ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ അഴിമതികൾക്ക് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് വഴിയൊരുക്കിയതെന്നാരോപിച്ച് എസ്എഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലോത്സവ നഗരിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എസ്എഫ്ഐ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 35ാമത് ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ നൃത്തയിനങ്ങളിൽ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തത് ചില അധ്യാപക സംഘടനകൾ ആണെന്നാരോപിച്ചാണ് എസ്എഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. സംഭവത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. വലിയ ഉത്സവമായിട്ട് നാടേറ്റെടുത്ത ഈ കലോത്സവത്തെ അതിന്റെ എല്ലാവിധത്തിലുള്ള അന്തസ്സിനെയും ബാധിക്കുന്ന നിലയ്ക്കാണ് ഇന്നലെ ഈ കേട്ട കോഴ ആരോപണം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ, ഒരു നൃത്താധ്യാപകൻ, കട്ടപ്പനയുള്ള ഒരു നൃത്താധ്യാപകൻ, അയാളുടെ പേര് കുമാർ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ കോഴ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ജഡ്ജിമാരെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലോത്സവത്തിന്റെ സുതാര്യതയെ, ഈ കലോത്സവത്തിന്റെ എല്ലാവിധ അന്തസത്തയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒത്താശ ചെയ്തവർക്കെതിരെയും അതിന് കൂട്ടുന്നവർക്കെതിരെയും ആ ആരോപണ വിധേയരുടെ മുഴുവൻ ആളുകൾക്കുമെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ്എഫ്ഐ ഇന്ന് സമരം എടുക്കുന്നത്. കോഴ വിവാദം സൃഷ്ടിച്ച് കലോത്സവത്തെ തകർക്കാൻ കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെയും സംഘടനാ നേതാക്കൾക്കെതിരെയും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. എസ്എഫ്ഐ ഇടുക്കി ഏരിയ കമ്മിറ്റി അംഗം ടെൻസിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KS അജൂബ്, വിഷ്ണുരാജ്, ആത്മാരാജ് ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.